നമസ്കാരം. വാർത്തയിൽ ഇന്നിലേക്ക് സ്വാഗതം. ആയുർവേദം ആയുസ്സിൻ്റെ വേദം എന്നാണ് പറയുന്നത്. എന്നാൽ ആയുസ്സിൻ്റെ വേദത്തിൽ ശസ്ത്രക്രിയ നടത്തുന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം. സങ്കരവൈദ്യം എന്ന ആരോപണവുമായി അലോപ്പതി ഡോക്ടർമാർ ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധ സമരത്തിലാണ്. OP അടക്കം ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുടെ സമരം. എന്നാൽ ആയുർവേദത്തിലെ ശല്യതന്ത്രം എന്ന ഒരു ശാഖ ജനറൽ സർജറിയുടെ ആദ്യ രൂപമാണെന്ന് ആയുർവേദ വിദഗ്ധർ തന്നെ പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശല്യതന്ത്രം എന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. സത്യത്തിൽ ഇപ്പോഴത്തെ പ്രതിഷേധ സമരത്തിൻ്റെ കാരണമെന്ത്? ഈ വിഷയമാണ് നമ്മൾ വാർത്തയിൽ നിന്ന് അടുത്ത അരമണിക്കൂർ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ സന്തോഷ് കുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഡോക്ടർ സന്തോഷ് കുമാർ. ഡോക്ടർ പ്രമോദ് ഇരുമ്പുഴി, നാട്ടുവൈദ്യ ഗവേഷകനാണ്, എഴുത്തുകാരനാണ്. ഡോക്ടർ C വിശ്വനാഥൻ, അദ്ദേഹം ഓർത്തോ സർജനാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ്. 3 പേരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രേക്ഷകർക്ക് വാർത്തയിൽ ഇന്നിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ സന്തോഷ് കുമാറിലേക്ക്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ശ്രീ സന്തോഷ് കുമാർ, നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണുന്നു, പല വിധത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ ഡോക്ടർമാർ രാജ്യവ്യാപകമായി സമരം നടത്തുന്നു. കേരളത്തിൽ നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഭാഗമായി ആശുപത്രികളിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ. എന്താണ് സത്യത്തിൽ ഡോക്ടർമാരുടെ ആശങ്ക? അലോപ്പതി ഡോക്ടർമാർ അല്ലെങ്കിൽ IMA, നിങ്ങളുടെ ആശങ്ക എന്താണ്? ഇതൊരു ഒരു വിഭാഗത്തിന്റെ ആശങ്കയായിട്ട് അല്ല എടുക്കേണ്ടത്. വാസ്തവത്തില് മൊത്തമായിട്ട് ഈ ഒരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത്, ശസ്ത്രക്രിയ പ്രാക്ടീസ് ചെയ്യുകയോ ഏതെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന പല മേഖലകളെയും ഒത്തിണക്കി ചേർത്തിട്ടുള്ള ഒരു വലിയൊരു സംരംഭമാണ്. അപ്പൊ അത് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഒരാളെ സർജറി ചെയ്യാൻ അനുവദിക്കുന്നത് കൂടി ചെയ്യാൻ പറ്റുന്നതല്ല. ഉദാഹരണത്തിന് ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ ആദ്യമേ തന്നെ അനസ്തീഷ്യ വേണ്ടി വരും. അപ്പൊ അനസ്തീഷ്യയെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും അനസ്തീഷ്യ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും വേണമെങ്കിൽ അതിന്റെ ഫാർമക്കോളജി, അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള ഫാർമക്കോളജി തുടങ്ങിയ കാര്യങ്ങൾ വേണ്ടി വരും. അതുപോലെ തന്നെ തന്നെ ആന്റിബയോട്ടിക്സ്, അത് കഴിഞ്ഞ് നടത്തുന്ന കാര്യങ്ങൾ, ഫിസിയോതെറാപ്പി, ഇങ്ങനെ അതുപോലെ അത് കഴിഞ്ഞിട്ട് വരുന്ന രോഗങ്ങൾ ഇപ്പൊ തിരിച്ചറിയാനുള്ള സിസ്റ്റോളജി, മൈക്രോബയോളജി സംവിധാനം, ഇങ്ങനെ ഒരു വലിയ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ വാസ്തവത്തിൽ ശസ്ത്രക്രിയ എന്ന സംഭവം നടക്കുന്നത്. ഇതൊന്നും പഠിക്കാതെ, ഇതൊന്നും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ, ഇതിന്റെ എക്സ്പെർട്ടൈസ് ഇല്ലാതെ, അതിന്റെ ശാസ്ത്രീയമായ അവഗാഹമില്ലാതെ ശസ്ത്രക്രിയ തുടങ്ങുന്നത് പൊതുവെ ഈ പറയുന്ന പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺസേൺ ആവേണ്ടത്. ഈ പറയുന്ന ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ MBBS പഠിപ്പിക്കുകയാണ് വേണ്ടത്. MBBS പഠിപ്പിച്ചിട്ട് ഇത്രയും ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു സ്പെഷ്യൽ കോഴ്സ് കൊടുത്ത്, അഡീഷണൽ കോഴ്സ് കൊടുത്തിട്ട് MBBS-ന് ഈ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് മുഴുവൻ എടുത്തിട്ട് അവരെ MBBS അല്ല ഡോക്ടർ, ഒരു സംശയം. ഈ പറയുന്ന പുതിയ രീതി അനുസരിച്ച് വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണെങ്കിലും മറ്റ് ആശുപത്രികളിലാണെങ്കിലും ഒക്കെ ചെയ്യുന്ന വിധത്തിലുള്ള ശസ്ത്രക്രിയ ആയുർവേദത്തിൽ അനുവദിക്കുന്നുണ്ടോ? അതോ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണോ ഇപ്പോൾ അനുമതി നൽകുന്നത്? വലിയ അനസ്തേഷ്യ, വലിയ ശസ്ത്രക്രിയ ആ വിധത്തിലൊന്നും വേണ്ടാത്ത വിധത്തിലുള്ള ഇപ്പോൾ ആയുർവേദത്തിൽ തന്നെ പല വിധത്തിലുള്ള ശസ്ത്രക്രിയകൾ അവർ ഇപ്പോൾ ക്ഷതം, അതേപോലെ തന്നെ ഒടിവ്, ചതവ്, അങ്ങനെയുള്ളതിനൊക്കെ മരുന്ന് നേരത്തെ തന്നെ നൽകുന്നുണ്ട്. ENT ചെറിയ വിധത്തിലുള്ള ശസ്ത്രക്രിയകൾ അവർ നടത്തുന്നുണ്ട്, അതിന് അനുമതിയുണ്ട്. ആ വിധത്തിലുള്ള ശസ്ത്രക്രിയകൾക്ക് നിയമപരിരക്ഷ നൽകുന്നു. അതുമാത്രമാണ് നടത്താൻ പോകുന്നത് എന്നാണല്ലോ മറുവാദം. ഡോക്ടർ ഒന്ന് ക്ഷമിക്കുക, താങ്കൾ പറയുന്നത് ക്ലിയർ ആകുന്നില്ല. ഒന്ന് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം താങ്കളിലേക്ക് വരാം. ഡോക്ടർ C വിശ്വനാഥൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഓർത്തോ സർജൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുത്തുകാരനും പ്രഭാഷകനുമൊക്കെയാണ്. ശ്രീ വിശ്വനാഥൻ, ഇത്തരത്തിലുള്ള ഒരു ആശങ്ക ഒരു പൊതുസമൂഹത്തിന് സ്വാഭാവികമായും ഉണ്ടാകേണ്ടത്, അതിപ്പോൾ IMA മാത്രമല്ല, ഒരു പൊതുസമൂഹത്തിന് ഉണ്ടാകേണ്ട വലിയൊരു ആശങ്കയാണോ ഇത്? തീർച്ചയായിട്ടും അതെ. കാര്യം ഇത് വാസ്തവത്തില് വളരെ ഒരു പരിഹാസ്യമായിട്ടുള്ള ഒരു നടപടിയാണ്.
പരിഹാസ്യമാണ്. അതായത് ഇപ്പൊ പഴയൊരു സിനിമ പാട്ടുണ്ടല്ലോ, 1973 വന്നൊരു പടത്തില് പടിയേരാത്ത വീട് എന്ന് പറഞ്ഞ പടത്തിലൊരു ഒരു സിനിമ പാട്ടുണ്ട്. അണിയം അണിയം പൊയ്കയിൽ പണ്ടൊരു അരയന്നം ഉണ്ടായിരുന്നു, അവൾ ഉദയം മുതൽ അസ്തമയം വരെ ഉർവശി ചമയുകയായിരുന്നു. കേട്ടിട്ടുണ്ടാവും. ഇതേമാതിരി ഒരു ഉർവശി ചമയാൻ ശ്രമിക്കുകയാണ് വാസ്തവത്തിൽ ഇവിടെ ഈ പുരാതന വൈദ്യ സമ്പ്രദായം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആയുർവേദം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമാ പാട്ടിലെ കഥയില് കൂത്തിന് പോയപ്പോ ഒരു മയിലിനെ കണ്ടു, അതിന്റെ മയിൽപ്പീലി ഇഷ്ടപ്പെട്ടു, ആ മയിൽപ്പീലി ഇങ്ങനെ കടം മേടിച്ചു. പിന്നെ എന്താണ് ഒരു വിളക്കിന് പോയപ്പോ അവിടെ ഒരു മാനിനെ കണ്ടു, അപ്പൊ മാനിന്റെ നീല കണ്ണുകൾ അവർക്ക് ഇഷ്ടപ്പെട്ടു, ആ കണ്ണുകൾ കടം മേടിച്ചു. ഇങ്ങനെയൊക്കെ ഉർവശി വേഷം കെട്ടിയ അരയന്നത്തിന്റെ ഒരു കഥയുണ്ട്. അപ്പൊ ഇത് അന്നനട കാണാൻ വേണ്ടി ആ വഴി വന്നവർ അവളുടെ വികൃതികൾ കണ്ടു എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ അവരാ നടനം നോക്കി ചിരിച്ചു, അരയന്നം നാണിച്ചു. അപ്പൊ ഇതുവരെ ഞാൻ പരിഹാസ്യമായിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഈ നടക്കുന്നത്. ഇപ്പൊ എന്റെ ആ ഗസറ്റ് വിജ്ഞാപനമുണ്ട്. അപ്പൊ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്ന കാര്യം ഇതാണ്. അതായത് അവിടെ ഇവിടെയും കാണുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ ദന്ത രോഗ വിദഗ്ധന്മാര്, അതും വളരെ കുറച്ച് സ്പെഷ്യലിസ്റ്റ് ട്രെയിനിങ് ഉള്ള ദന്തരോഗ വിദഗ്ധന്മാര് ചെയ്യുന്ന ഒരു കാര്യമാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്. അതിങ്ങോട്ട് പോരട്ടെ, അതതിനെ കൂട്ടിച്ചേർക്കും. അല്ലെങ്കിൽ പിന്നെ എൻഡോസ്കോപ്പിക് ഈ സൈനസ് കണ്ണിന്റെ ശസ്ത്രക്രിയ, ഈ കണ്ണിന്റെ ശസ്ത്രക്രിയ നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, ലളിതമായ ശസ്ത്രക്രിയ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതല്ല, കണ്ണിന്റെ ഈ കാറ്ററാക്ടിലെ ഏറ്റവും ആധുനികമായ ശസ്ത്രക്രിയകളൊക്കെ അതിൽ പറയുന്നുണ്ട്, അതിൽ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഓഫ്താൽമോളജി ട്രെയിനിങ് ഒന്നും വേണ്ട, ശല്യതന്ത്ര ജനറൽ ചാലാക്കിയ ഇതില് എടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് ഇതെല്ലാം ചെയ്യാം. പിന്നെ ഡെന്റൽ അല്ല ഡോക്ടർ, ഇത് രണ്ടും ഇപ്പോൾ ശല്യതന്ത്രമാണെങ്കിലും ശാലക്യതന്ത്രമാണെങ്കിലും ഇത് രണ്ടും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതും ഈ ആയുർവേദ മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം ആയുർവേദ കോളേജ് മെഡിക്കൽ കോളേജിൽ, ആയുർവേദ കോളേജിലടക്കം അതിന് പ്രത്യേക ഗവേഷണ വിഭാഗമൊക്കെ ഉള്ളതല്ലേ ഡോക്ടർ? അതൊന്നല്ല ഈ കാണുന്നത്. ഇപ്പൊ ഫാക്കോ ഇമൽസിഫിക്കേഷൻ ഞാൻ ഇതിലെ വായിക്കാണ്. ഇത് നമ്മുടെ പിന്നെ ഇതിലുള്ള പിന്നെ എന്താണ് അവരെ ഗസറ്റിൽ വന്നിട്ടുള്ള സാധനങ്ങളാണ്. ഫാക്കോ ഇമൽസിഫിക്കേഷൻ, സ്മോൾ ഇൻസിഷൻ കാറ്ററാക്ട് സർജറി, എക്സ്ട്രാ കാറ്റുലാർ കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻ, ടൈപ്സ് ഓഫ് ഇൻട്രാഓക്കുലാർ ലെൻസ്, അകത്ത് ലെൻസ് പിടിപ്പിക്കുന്ന കണ്ണിന്റെ ലെൻസ്, PCIOL, ICIOL, ഐറിസ് ഫിക്സേറ്റഡ് IOL, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയകൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇത് പരമ്പരാഗതമായിട്ടുള്ള ശസ്ത്രക്രിയൊന്നല്ല. ഒന്ന് തുടരുക ഡോക്ടർ വിശ്വനാഥൻ, ഒന്ന് തുടരുക. ഡോക്ടർ സന്തോഷ് നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഫോൺ ഇടയ്ക്ക് കട്ടായി പോയത്. സന്തോഷ് ഡോക്ടർ തുടരാം. ഇതാണ് ഇക്കാര്യത്തിൽ പക്ഷേ കേന്ദ്ര സർക്കാർ അതിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നതും ഞാൻ മനസ്സിലാക്കിയതും 25 വർഷമായി ചെറിയ തോതിൽ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകൾ ഇപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ ആയുർവേദത്തിൽ നടക്കുന്നുണ്ടാകില്ല. ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും അവർ ബനാറസിൽ അടക്കം എടുത്തു പറയുന്നുണ്ട്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഡൽഹി ഇവിടെയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു നിയമ പരിരക്ഷ നൽകുന്നു എന്നാണ് പറയുന്നത് ഡോക്ടർ സന്തോഷ്. അല്ല, അത് വാസ്തവത്തിൽ നമ്മളത് ആലോചിക്കേണ്ടത് ആ ഒരു പെർസ്പെക്റ്റീവില് ഈ രണ്ട് വിഭാഗം, ആയുർവേദ വിഭാഗമോ ഇല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ തമ്മിലുള്ള ഒരു വിഭാഗം തമ്മിലുള്ള മത്സരമായിട്ടല്ല ആലോചിക്കുന്നത്. പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അനുസരിച്ചാണ് വാസ്തവത്തിൽ ഈ അനുമതികൾ നൽകേണ്ടത്. അത് ഈ ആശുപത്രിയിൽ എത്തുന്ന രോഗിക്ക് അത് പ്രശ്നമാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത്. അപ്പൊ ഇത് ഒരു കണ്ണ് ശസ്ത്രക്രിയ, നേരത്തെ പറഞ്ഞ കണ്ണ് ശസ്ത്ര ഈ ഫാക്കോ എമൽസിഫിക്കേഷൻ, ഇതൊക്കെ അത് സിമ്പിൾ ആയിട്ടുള്ള സർജറി ആയിട്ട് കണക്കാക്കിയില്ല. ഈ പറഞ്ഞ അതിനകത്തുണ്ടാവുന്ന ഒരു ഇൻഫെക്ഷൻ വെച്ച് കഴിഞ്ഞാൽ കണ്ണ് മുഴുവൻ ഈ പറഞ്ഞ ഏതെങ്കിലും ചെറിയ ഇൻഫെക്ഷൻ, ഈ പറഞ്ഞ കണ്ണ് ശസ്ത്രക്രിയ ഏറ്റവും ഒരു പ്രധാന പ്രശ്നമാണ് അതിന് ഇൻഫെക്ഷൻ. അത് നേരിടാൻ വേണ്ടിയിട്ട് അവർക്ക് പത്തോളജി പഠിക്കേണ്ടി വരും, മൈക്രോബയോളജി പഠിക്കേണ്ടി വരും, ഈ പറയുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഫാർമക്കോളജി പഠിക്കേണ്ടി വരും. ഇതെല്ലാം പഠിച്ചു തരികയാണെങ്കിൽ പിന്നെ അവരെ MBBS ആക്കിയാൽ പോരെ? ആ ഒരു ചോദ്യം തന്നെയാണ് വാസ്തവത്തിൽ. തുടരുക ഡോക്ടർ സന്തോഷ്. ഡോക്ടർ പ്രമോദ് ഇരുമ്പുഴി കൂടി നാട്ടുവൈദ്യ ഗവേഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രമോദ്, ഇതാണ് ഇപ്പോൾ IMA ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശങ്ക. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്, എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളൊരു ആശയം എന്തെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഇത്ര കാലം ഉണ്ടായൊരു ശീലമാണ് നമ്മളുടെ ഒരു കുഴപ്പം. ഇങ്ങനെയുള്ളൊരു ശീലമാണ്. ആ ശീലത്തിൽ എന്തുണ്ട്,
നമ്മളിപ്പോ ഈ ഇത്രകാല അലോപ്പതി എന്ന പേര് തന്നെ ഉപയോഗിക്കാൻ പാടില്ല, ഈ ടൈറ്റിൽ അങ്ങനെ കുഴപ്പമില്ല. അലോപ്പതി VS ആയുർവേദം എന്ന് പറയുമ്പോൾ തമ്മിലൊരു യുദ്ധം പോലെ പോരുപോലെയൊക്കെ ഈ ഒരു അറിഞ്ഞോ അറിയാതെ വരുന്നുണ്ട്. അലോപ്പതി അല്ല, മോഡേൺ മെഡിസിൻ എന്നുള്ള പേര് ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു ശീലമുണ്ട് നമുക്ക്. ഇത്രയും കാലമായിട്ട് ഇത് മോഡേൺ മെഡിസിൻ ആണ് ചെയ്തു പോന്നിരുന്നത്. ആ ചെയ്തു പോന്നിരുന്ന രീതിയിൽ നിന്ന് മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാര്യം എന്താ വെച്ചാൽ, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവരെ പെട്ടെന്ന് ചികിത്സിക്കാൻ വിടുക അല്ല ശരിക്കും. കൃത്യമായ ഒരു ഗവേഷണ ഇതിനായിട്ട് പഠിക്കാനായിട്ട് 1-2 വർഷമായിട്ട് പഠിക്കാനായിട്ട് വിടുകയും ആ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് പറഞ്ഞയക്കുന്ന രീതിയിലേക്ക് വരണം. പിന്നെ നമ്മൾ ഒപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആയുർവേദത്തിലെ മരുന്നുകൾ ഇതിന് ഫലവത്താവണോ എന്ന് പറയുന്ന ഒരു കാര്യവും കൂടി ഇതോടുകൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പിന്നെ ചില ആളുകൾ മാത്രമായിട്ട് ഇത് ചെയ്തിരുന്ന ചില മോഡേൺ മെഡിസിൻ മാത്രം ചെയ്തിരുന്ന കാര്യം വേറെ ആൾക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിയോജിപ്പുകളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. കൂടുതൽ പഠിച്ചുകൊണ്ട് എങ്ങനെ എല്ലാ മെഡിസിനെയും കൂടിച്ചേർത്തുകൊണ്ട് സങ്കരമായിട്ട് രീതിയിൽ ഉഷാറായിട്ട് എങ്ങനെ മുന്നോട്ട് പോവാമെന്നാണ് എന്റെ ഒരു പക്ഷം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അധ്യാപകനാണ്, ഹയർ സെക്കൻഡറി അല്ല പ്രമോദ്, ഇപ്പോൾ ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഈ PG വിദ്യാർത്ഥികൾക്ക് മാത്രമേ ശല്യതന്ത്ര അല്ലെങ്കിൽ ജനറൽ സർജറിക്ക് കഴിയുകയുള്ളൂ എന്ന് ആ ഉത്തരവിൽ പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ശാലക്യതന്ത്ര, കണ്ണ്, ചെവി, മൂക്ക്, തല, പല്ല്, ഇതിലൊക്കെ പഠനം PG വിദ്യാർത്ഥികൾ പഠിച്ചതിന് ശേഷം നടത്തിയാൽ മതി എന്നാണ് ഒരു നിലപാടെന്ന് തോന്നുന്നു അക്കാര്യത്തിൽ. അത് എന്തായാലും പഠിക്കുന്നതിനൊപ്പം തന്നെ അതിന് കൂടെ ചേർക്കാവുന്ന ഈ പ്രത്യേകിച്ച് ശസ്ത്രക്രിയയൊക്കെ ആവുന്ന സമയത്ത് മുറിവ് മാറുക തുടങ്ങി പെട്ടെന്ന് സംഭവിച്ചാലാണ് ശരിക്കും അതിനൊരു ഗുണം ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ മുറിവ് മാറാനായിട്ട് അതിന് ഈ സാമ്പ്രദായികമായിട്ട് ഇതുവരെ ഉപയോഗിച്ചിരുന്ന ആയുർവേദ മരുന്നുകൾ പ്രാപ്തമാണോ എന്നുള്ള ഒരു ചർച്ചയും കൂടിയും കൂടെ വേണം. കൂടുതൽ പഠിപ്പിക്കുന്നതിനൊപ്പം അത്തരം കാര്യങ്ങളും കൂടി പഠിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഇതിന് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാനുള്ളത്. റൈറ്റ്, ഡോക്ടർ വിശ്വനാഥൻ, ഇതാണ് കാരണം. ഇപ്പോൾ എല്ലാവർക്കും ഇതിനുള്ള ഒരു അനുമതി നൽകുന്നില്ല എന്ന് കേന്ദ്രം ആ ഉത്തരവിൽ വിശദീകരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേന്ദ്രത്തിന്റെ വാദം അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആയുഷിന്റെ ഒക്കെ വാദം എന്ന് പറയുന്നത് ENT, പല്ല്, കണ്ണ്, അങ്ങനെ വളരെ ഈ വലിയ ശസ്ത്രക്രിയകൾ നടത്തുന്നില്ല. 25 വർഷമായി ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ പ്രാക്ടീസ് ചെയ്യുന്ന പലതിനും ഇപ്പോൾ അനുമതി, ഒരു നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ നൽകുന്നു. അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് എന്നുള്ളതാണ് വാദം. നമ്മളത് അംഗീകരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഡോക്ടർ സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ അത് ഉണ്ടാക്കാവുന്ന ഒരു ഇമ്പാക്റ്റൊക്കെ ശരിയാണ്, വലിയ ആശങ്ക ആരോഗ്യരംഗത്തൊക്കെ ഉണ്ടാക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും പ്രാക്ടീസ് ചെയ്തു വരുന്ന ചില ചികിത്സാ രീതികൾ, അതിന് നിയമപരിരക്ഷ നൽകാനുള്ള നീക്കം, അങ്ങനെയും വ്യാഖ്യാനമുണ്ട് ഡോക്ടർ വിശ്വനാഥ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പരിഹാസ്യമാണ്. ഞാൻ ഒരു വാക്കുകൂടി ചേർക്കാം, ഇത് പരിഹാസ്യം മാത്രമല്ല കാപട്യവും കൂടിയാണ്. കാരണം ആ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ പിന്നെ ഗസറ്റ് വിജ്ഞാപനം, 29ാമത്തെ എന്താണ് അപ്പൻഡിസെക്ടമി, 30ാമത്തെ എന്താണ് അപ്പൻഡിക്കുലാർ ആബ്സസ്, 31ാമത്തെ എന്താണ് കോളിസിസ്റ്റെക്ടമി. എന്താ കോളിസിസ്റ്റെക്ടമി എന്ന് വെച്ചാൽ പിത്താശയം തുറന്ന് പിത്താശയം എടുത്തു മാറ്റുന്ന ശസ്ത്രക്രിയ എന്നാണ്. പിത്താശയം എടുത്തു മാറ്റുന്ന വലിയൊരു ശസ്ത്രക്രിയയാണിത്. അപ്പൻഡിസെക്ടമി എന്ന് പറഞ്ഞാൽ അപ്പൻഡിസൈറ്റിസ് ഉണ്ടെങ്കിൽ അപ്പൻഡിക്സിനെ എടുത്ത് കളയുന്ന ശസ്ത്രക്രിയ. അപ്പൻഡിക്സ് പഴുത്ത് ജലമായിരുന്നെങ്കിൽ അപ്പൻഡിക്കുലർ ആബ്സസ് അതിനുള്ള ശസ്ത്രക്രിയ. ഇങ്ങനെയൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് വളരെ വലിയ സർജറികളാണ്, അപകടകരമായ സർജറികളാണ്. ഇതൊക്കെ കൂടെ ചെയ്യാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ വലിയ അനസ്തീസിയ വെച്ചിട്ടുള്ള വലിയ ശസ്ത്രക്രിയ സംഗതികൾ തന്നെയാണ്, മേജർ സർജറികൾ തന്നെയാണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോളിസിസ്റ്റെക്ടമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാസ്തവത്തിൽ ജനറൽ സർജറി കഴിഞ്ഞ് ഗാസ്ട്രോഎൻട്രോളജി സർജറീസ് ഒക്കെ ചെയ്യുന്ന കാര്യമാണ് കോളിസിസ്റ്റെക്ടമി. ഇത് ജനറൽ ചെയ്യും. അപ്പൊ നിസ്സാരമായ കാര്യങ്ങളൊന്നുമല്ല, ഇത് വളരെ വളരെ ഗൗരവമായിട്ടുള്ള വളരെ മേജർ സർജറി തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വാസ്തവത്തില് ഒരു വളരെ പിന്നെ എന്താ പറയാ കാപട്യം കലർന്ന പരിഹാസ്യമായ അപകടകരമായ. ഡോക്ടർ വിശ്വനാഥൻ, മറ്റൊരു സംശയം എന്ന് പറയുന്നത് MS ആയുർവേദ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ MS ആയുർവേദ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ശസ്ത്രക്രിയയോട് ചേർന്ന് നിൽക്കുന്ന കാര്യം തന്നെയാണ് പഠിക്കുന്നത് എന്നാണ് നേരത്തെ ഒരു ആയുർവേദ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്. അല്ല, എന്താണ് MS ആയുർവേദ എന്ന് പറഞ്ഞാല്? എന്താണ് അതിന്റെ അടിസ്ഥാനം? സുശ്രുത സംഹിതയാണോ? സുശ്രുത സംഹിതയിൽ ഈ കോളിസിസ്റ്റെക്ടമിയും ഇൻട്രാ ഓക്കുലർ ലെൻസ് ഇംപ്ലാന്റേഷനും അപ്പൻഡിക്കുലർ ആബ്സസ് ഇതൊക്കെ വിവരിച്ചിട്ടുണ്ടോ അതില്?
ഇത് അല്ല, അസംബന്ധമാണ്. ക്ഷാരസൂത്രവും ഒക്കെ ആയിട്ടാണല്ലോ പുതിയതായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഞാൻ പറഞ്ഞത്, ഞാൻ അസിസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ കോളിസിസ്റ്റിക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോ പിന്നെ ട്യൂമർ, ബ്രസ്റ്റ് ട്യൂമർ എടുത്തു കളഞ്ഞതിനെ കുറിച്ച് പറയുന്നു. ഞാൻ ലിസ്റ്റ് തന്നല്ലോ. കണ്ണിലെ ഇൻട്രാഓക്കുലാർ ലെൻസ് ഇംപ്ലാന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഫാക്കോമിസ്റ്റിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. ഈ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് ക്ഷാരസൂത്രം മാത്രമൊന്നുമല്ല. ആ ഒരു സൂത്രം എന്നുള്ള പേര് പറഞ്ഞിട്ട് ഒരുപാട് ലിസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള, ഏറ്റവും അപകടകരമായ, ഏറ്റവും ഗൗരവത്തോടെ എടുക്കേണ്ട വലിയ ശസ്ത്രക്രിയകളൊക്കെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതില്ല എന്ന് പറയുന്നത് കാപട്യമാണ്. ഡോക്ടർ സന്തോഷ് ഇപ്പോൾ ഈ സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സംഘടന അതിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ അധികം ഈ സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു രീതിയിൽ പ്രവർത്തിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആളാണല്ലോ. ഇപ്പോൾ മുംബൈയിൽ പോയിട്ടുള്ളതാണെങ്കിലും കാസർഗോഡ് പോയിട്ടുള്ളതാണെങ്കിലും ഒക്കെ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപക്ഷെ മോഡേൺ മെഡിസിനാണ് കൂടുതൽ ആളുകൾക്ക് താല്പര്യം. വളരെ പെട്ടെന്ന് ആളുകൾ അതിലേക്ക് പോകുന്നു. ആളുകൾക്ക് കുറച്ചുകൂടി ഒരു പക്ഷേ ക്വിക്ക് റിക്കവറി ഉള്ളത് കൊണ്ടുകൂടി ആയിരിക്കും അതിനോട് കൂടുതൽ താല്പര്യം എന്തായാലും കേരളത്തിലുണ്ട്. പക്ഷേ ഈ പലരും സംസാരിക്കുമ്പോൾ പറയുന്നത് ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആയുർവേദത്തിൽ ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള ചെറിയ ശസ്ത്രക്രിയകൾ നടത്തുന്നുണ്ട്. അപ്പോൾ കേരളം എന്നതിനപ്പുറത്തേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി ഒരു പരിരക്ഷ നൽകാനാണെന്നൊക്കെ വാദിക്കുന്നു. ഒരു സോഷ്യൽ ഹെൽത്ത് നോക്കുമ്പോൾ എന്താണ് ഇതിലൊരു ആശങ്ക? ഇത് ഈ പറയുന്ന ഒരു വാദം വാസ്തവത്തില് ഈ പറയുന്ന പ്രസക്തമായിട്ടുള്ള സംഭവമാണ്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ബീഹാറോ മധ്യപ്രദേശോ അല്ലെങ്കിൽ മതിയായ അളവിൽ ഡോക്ടർമാർ, പ്രത്യേകിച്ച് ആധുനിക വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണെന്നും മാത്രമല്ല ഈ വളരെ റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ ഡോക്ടർമാർ എത്തുന്നില്ല എന്ന് പറയുന്നതും ആ ഒരു കാര്യം വളരെ വാസ്തവമാണ്. പക്ഷെ അതിനുള്ള പരിഹാരം വാസ്തവത്തിൽ ഇതല്ല. അതിനുള്ള പരിഹാരം തീർച്ചയായിട്ടും കൂടുതൽ ഈ പറയുന്ന ഈ ആയുർവേദ ഡോക്ടർമാര് തന്നെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ട് അവരെ എംപവർ ചെയ്യൂ. അല്ലാതെ ആയുർവേദത്തിനകത്ത് നിന്നുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അനുവദിക്കുകയല്ല വേണ്ടത്. ഈ പറയുന്ന ഈ ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ അവർക്ക് അറിയേണ്ടത്, ശാസ്ത്രീയമായി അറിയേണ്ടത്, ആ കാര്യങ്ങളെല്ലാം അവരെ പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് MBBS തന്നെ നൽകണം. MBBS തന്നെ നൽകിക്കൊണ്ട് അത് സർക്കാർ ഫ്രീ ആയിട്ട് അതിന് ചെലവ് വഹിക്കേണ്ടതാണ്. ആ ചെലവ് വഹിച്ച് ഇവരെ എല്ലാവരെയും MBBS ഡോക്ടർമാരാക്കിയിട്ട് അവർക്ക് ആ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ട്രെയിനിങ് കൊടുത്തിട്ട് MS ജനറൽ സർജറി ആണെങ്കിലോ MS ഒഫ്താൽമോളജി ആണെങ്കിലോ അങ്ങനെയുള്ള ഈ പറയുന്ന ജനങ്ങളുടെ ആരോഗ്യമാണ് പ്രശ്നമെങ്കിൽ ആ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പണം മുടക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാവണം. അതിനുവേണ്ടി ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ സർക്കാർ തയ്യാറാവണം. അങ്ങനെയാണ് പരിഹാരം കാണേണ്ടത്. വളരെയധികം നന്ദി ഡോക്ടർ സന്തോഷ്. ചെറിയൊരു ഇടവേള വേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. വാർത്തയിൽ നിന്ന് തുടരുകയാണ്. ഇന്ന് ഡോക്ടർമാരുടെ സമരം, ആ സമരത്തിൽ പ്രധാനമായി ഉന്നയിക്കുന്ന സമരത്തിന് കാരണമായിട്ടുള്ള വിഷയം അതാണ് നമ്മൾ വാർത്തയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ പ്രമോദ് ഇരുമ്പുഴിയിലേക്ക്. പ്രമോദ്, ഈ പറയുന്നത് പോലെ ഇപ്പോൾ ശാലക്യതന്ത്രമാണെങ്കിലും അല്ലെങ്കിൽ ശല്യതന്ത്രമാണെങ്കിലും ഇതൊക്കെ പഠിപ്പിച്ചതിന് ശേഷം പ്രായോഗികമാക്കുക, അതാണല്ലോ പ്രമോദ് നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശത്തിലേക്ക് വരുമ്പോഴേക്ക് ഇത് പെട്ടെന്ന് നടപ്പാക്കുക എന്ന് പറയുന്നത്, കാരണം ഇനി പുതിയൊരു കോഴ്സ്, അതിന് രൂപമുണ്ടാക്കണം, അതിൻ്റെ സിലബസ് ഉണ്ടാക്കണം, അതിന് കുറേ കാലമെടുക്കും. സ്വാഭാവികമായും ഇത് ഇപ്പോൾ ഈ പറയുന്നതൊന്നും ഉടനെ ഒന്നും നടപ്പാക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ. പക്ഷേ പ്രമോദ് ഇരുമ്പുഴിക്ക് തന്നെ അറിയാവുന്നത് പോലെ ഈ പറയുന്ന ഇപ്പോൾ ആയുർവേദത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇപ്പോൾ ശസ്ത്രകർമ്മ എന്ന് പറയുന്ന അത് ശസ്ത്രകർമ്മ കൃത്യമായിട്ട് ചെയ്യുന്ന ശസ്ത്രകർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ ശരിക്കും ശസ്ത്രക്രിയ ചെയ്യുന്നത് തന്നെയാണ്. അതേപോലെ തന്നെ യുദ്ധസമയത്ത് ക്ഷതം, ചതവുകൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു യുദ്ധസമയത്ത് ഇന്നത്തെ മോഡേൺ മെഡിസിൻ വികസിക്കാത്ത ഒരു കാലത്ത് അന്നൊക്കെ ഇത് പ്രയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ആയുർവേദക്കാരുടെ വാദം. എങ്ങനെയാണ് അതിനെ വിലയിരുത്തുക? എന്തായാലും നമുക്കറിയാം, ഇപ്പത്തെ ആയുർവേദം പഠിക്കുന്ന ആളുകൾ ഇത് പഠിക്കുന്നില്ല ശരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അവരൊന്നും ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഇപ്പൊ കേരളത്തിന്റെ പശ്ചാത്തലം വെച്ച് നോക്കുകയാണെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല. പക്ഷേ അത് ഇനി പഠിച്ചതിന് ശേഷം ഇനി പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനാണ് ഞാൻ എതിർപ്പ് പറഞ്ഞത്. ഇത് നടപ്പാക്കുകയാണെങ്കിൽ ശരിക്ക് നേരത്തെ ഡോക്ടർമാരൊക്കെ പറഞ്ഞ പോലെ ആയുർവേദം എന്താ വെച്ചാൽ ശരിക്ക് മനുഷ്യന്മാരുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ചതിന് ശേഷം അവരെ
കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷമാണ് നടപ്പാക്കേണ്ടത്. ഇനി വേറെ ഏതെങ്കിലും നമ്മുടെ കേരള സംസ്ഥാനം വിട്ട് വേറെ എവിടെയെങ്കിലും ഇത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് അവിടെ ഡോക്ടർ പ്രമോദ് നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. കാരണം ഈ അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ മേഖലയിലേക്ക് ഈ പറയുന്ന ആയുർവേദത്തിലുള്ള ആളുകൾ കൂടി വരുമ്പോൾ അവരുടെ തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക, അങ്ങനെ ഒരു കടന്നുകയറ്റത്തിന്റെ ആശങ്ക കൂടി ഇതിലുണ്ടോ ഡോക്ടർ പ്രമോദ്? അത് നോക്കിക്കാണുന്നതിനനുസരിച്ചാണ്. ശരിക്കും പറഞ്ഞാല് ഇത് കൂടുതൽ ജനകീയമാകണം, എല്ലാവരിലേക്കും ഇത് എത്തണം എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അതിന് ആശങ്കയില്ല. പക്ഷെ ഒരു നല്ല ഡോക്ടർ എന്ന അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ശരിക്ക് അദ്ദേഹത്തിന് അത് ശരിക്കും പഠിപ്പിച്ചതിന് ശേഷം, നന്നായി പഠിപ്പിച്ചതിന് ശേഷം അയാൾ വരികയാണെങ്കിൽ ആ ആശങ്കയുടെ കുഴപ്പമില്ല. പിന്നെ തൊഴിൽപരമായ ഇത്തരം ജോലി നഷ്ടം എന്നുള്ളതൊക്കെ അതെല്ലാവരും അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്കാരാവണം എന്നുള്ള പക്ഷമൊന്നും എനിക്കില്ല. ഡോക്ടർ ഗോപികുമാർ കൂടി ചേരുന്നുണ്ട്. IMAയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം. ഡോക്ടർ ശ്രീ ഗോപികുമാർ, ഇപ്പോൾ നിങ്ങളുടെ സമരം പുരോഗമിക്കുകയാണ്. ഒരു ദിവസത്തെ OP അടക്കം ബഹിഷ്കരിച്ചുകൊണ്ടുള്ളൊരു സമരമൊക്കെയാണല്ലോ നടക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു തുടർ നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ എന്തായിരിക്കും ഇനി IMA എന്ന് പറയുന്ന സംഘടനയുടെ അടുത്ത നടപടി? നമസ്കാരം. ഞാൻ ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആയുർവേദത്തെയും ഒരു വശത്ത് ആയുർവേദത്തെയും മറുവശത്ത് മോഡേൺ മെഡിസിനെയും തകർക്കുന്നതിനുള്ള ഒരു രീതിയിലുള്ള നീക്കമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കാരണം ഇവിടെ 58ഓളം സർജറികൾ ചെയ്യുന്നതിനുള്ള അനുവാദമാണ് CCIM നൽകുകയുണ്ടായത്. ഈ 58 ഇനം സർജറികളും മോഡേൺ മെഡിസിൻ എടുത്തിട്ടുള്ള സർജറികളായിട്ടാണ് അതിനകത്ത് വിവക്ഷിച്ചിരിക്കുന്നത്. അതിനകത്ത് ആ നോമൻക്ലേച്ചർ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്തരം സർജറികളൊന്നും ആയുർവേദത്തിൽ നടന്നതായിട്ടുള്ള ചരിത്രമോ അല്ലെങ്കിൽ നടത്തുന്നതായിട്ടുള്ള രീതികളോ കാണുന്നില്ല. എല്ലാം മോഡേൺ മെഡിസിനിലെ വളരെ MBBSന് ശേഷം MS-ഉം അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി സർജിക്കൽ കോഴ്സുകളും ചെയ്തതിന് ശേഷമുള്ള സർജന്മാർ ചെയ്യുന്ന പ്രൊസീജിയറുകൾ. ഇപ്പൊ ഗാസ്ട്രോഎൻട്രോളജി സർജറിയുടെ ചില പ്രൊസീജിയേഴ്സ് പോലും അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ ഇവര് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അവരെ ഏത് രീതിയിൽ അത് ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കും, ആര് ട്രെയിനിങ് കൊടുക്കും, ഇത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ഡോക്ടർമാരാണ് ഇവർക്ക് ട്രെയിനിങ് നൽകേണ്ടതെങ്കിൽ അത് നടക്കാത്ത കാര്യമാണ്. കാരണം ഒരു മോഡേൺ മെഡിക്കൽ രജിസ്ട്രേഷൻ കിട്ടുമ്പോൾ മെഡിക്കൽ കൗൺസിലിന്റേതായാലും ഇപ്പോൾ NMCയുടേതായാലും രജിസ്ട്രേഷൻ പറയുന്നുണ്ട് മോഡേൺ മെഡിസിൻ പഠിച്ചിട്ടുള്ള ഒരാൾ ട്രെയിനിങ് കൊടുക്കേണ്ടത് മോഡേൺ മെഡിസിൻ പഠിക്കുന്ന ഒരാൾക്കാണ്. അതല്ലാത്ത അവസ്ഥയിൽ അങ്ങേരുടെ അദ്ദേഹത്തിന്റെ ആ ലൈസൻസ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നു എന്ന് പറയും. അല്ല ഡോക്ടർ, ഇവിടെ ആയുർവേദത്തിലുള്ള ചില ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് പാരാ സർജറി എന്ന് പറയുന്ന ഒരു വിഭാഗം ആയുർവേദത്തിലുണ്ട്. ആ പാരാ സർജറി എന്ന് പറയുന്നത് മോഡേൺ മെഡിസിനിലേക്ക് ഇന്ന് പല ഡോക്ടർമാരോ അല്ലെങ്കിൽ ആരോഗ്യ സ്ഥാപനങ്ങളോ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഹിസ്റ്റുല അല്ലെങ്കിൽ പൈൽസ് ശസ്ത്രക്രിയയില്ലാതെ ഭേദമാക്കാം. അത് പല മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിലും അവർ പ്രയോഗിക്കുന്നുണ്ട്. ഡോക്ടർ, ശസ്ത്രക്രിയ ഇല്ലാതെ ഭേദമാക്കാമെന്ന് പറയുമ്പോൾ അത് മെഡിക്കൽ മാനേജ്മെന്റ് അല്ലേ? അതിനകത്ത് ശസ്ത്രക്രിയ വരുന്നില്ലല്ലോ. ഇവിടെ വിവക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം, ഈ ശസ്ത്രക്രിയയുടെ കാര്യങ്ങൾ മോഡേൺ മെഡിസിനിൽ നിന്ന് കടം കൊള്ളുകയും മറ്റ് ഭാഗങ്ങളെ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ആയുർവേദത്തിന്റെ തനിമ നഷ്ടപ്പെടുകയും ആയുർവേദം അല്ലാതാവുകയും ചെയ്യുന്നു. അതേസമയം ഇതിന്റെ ഒരു ഡയല്യൂഷൻ മോഡേൺ മെഡിസിനിലേക്കും വരും. ഇപ്പൊ ഞങ്ങൾ പറയുന്നത്, പ്രധാനമായിട്ട് പറയുന്നത്, ആയുർവേദത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് വികസിക്കട്ടെ, അതിൻ്റെതായ ഗുണങ്ങൾ ജനങ്ങൾക്ക് കിട്ടട്ടെ. പക്ഷെ എന്തിന് ഇത് അടിസ്ഥാനപരമായിട്ട് വ്യത്യസ്തമായ രണ്ട് ശാഖകളാണ്. കാരണം മൈക്രോബിയൽ ഇൻഫെക്ഷൻ അതുപോലെയുള്ള മോളിക്കുലാർ ലെവൽ ബേസിസ് ഉള്ള ഒരു ഡിസീസ് പ്രോസസ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന മോഡേൺ മെഡിസിൻ. അതേസമയം ആ അടിസ്ഥാന ഘടകങ്ങൾ അല്ലാതെ അടിയുറപ്പിച്ചിട്ടുള്ള മറ്റൊരു വൈദ്യ ശാഖ. ഇത് രണ്ടും കൂടി മൊത്തത്തിൽ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. റൈറ്റ്. വളരെ അധികം നന്ദി ശ്രീ ഗോപികുമാർ.
IMAയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം സംസാരിച്ചത്. ഏതായാലും അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്തിനാണ് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതെന്ന്. പക്ഷേ എല്ലാം നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ആയുർവേദമാണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും എല്ലാം തന്നെ അത് നമ്മുടെ സുരക്ഷയ്ക്കും നമ്മുടെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ്. അത് ഇനി ഒരുമിച്ചിട്ടുള്ളതാണെങ്കിലും വെവ്വേറെ ആണെങ്കിലും ശരി, നമ്മുടെ സാമൂഹിക ആരോഗ്യം ഉറപ്പാക്കുക, അതാണ് ഈ വിഭാഗങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം. അതാണ് ചെയ്യേണ്ടത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിഭാഗം മോശമാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉത്തരവാദിത്വം നമ്മളോടൊക്കെ കാണിക്കുകയാണ് ഈ വിഭാഗങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഡോക്ടർ സന്തോഷ് കുമാർ, അതോടൊപ്പം തന്നെ ഡോക്ടർ പ്രമോദ് ഇരുമ്പുഴി, ഡോക്ടർ C വിശ്വനാഥൻ, അതോടൊപ്പം ഡോക്ടർ ഗോപികുമാർ, എല്ലാവർക്കും നന്ദി. വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത. നമസ്കാരം.